അപ്പോൾ നമ്മുടെ കൂടെ കുഞ്ഞൂട്ടനും ശ്രീയും വരുന്നില്ലേ ഡെവി? പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അവൾ നമ്മുടെ കൂടെ വരുമെന്ന്? എന്ന് വെച്ച് അവളെ ഇവിടെ നിർത്താനാണോ? ലിയ ഡെവിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്തു വേണം? അവളെയും കുഞ്ഞിനെയും അവിടേക്ക് കൊണ്ടുവന്നിട്ട് വേണം പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളുടെയും കുഞ്ഞിൻ്റെയും മേലെ ഇടാന്. അതിലും നല്ലത് അവർ ഇവിടെ താമസിക്കുന്നതല്ലേ. നീ എന്തൊക്കെയാ ഡെവി പറയുന്നത്? അതിനാരാ അവളുടെ മേലെ കുറ്റം ചാർത്തിയത്? തെളിവുകളെല്ലാം അവൾക്കെതിരല്ലായിരുന്നു. എന്ത് തെളിവ്? സിദ്ധുവിനെ കൊന്നതോ? എങ്കിൽ കേട്ടോളൂ, അവൾ ആരെയും കൊന്നിട്ടില്ല. പിന്നെ ഫയല് ശ്രീ കൊടുത്തത് അതും അമ്മയുടെ മോൾ പറഞ്ഞിട്ടാ. അത് കേട്ടതും എല്ലാവരും ഞെട്ടി ലിയയെ നോക്കി. എബി ലിയയുടെ അടുത്തേക്ക് വന്നു. ഡെവി പറഞ്ഞത് സത്യമാണോ ലിയ? അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാണ്. അത് കേട്ടതും എബി ലിയയുടെ മുഖത്തേക്ക് അടിച്ചു. നിനക്ക് എങ്ങനെ തോന്നി അവളോട് ഇത് ചെയ്യാൻ? എബിയുടെ കണ്ണ് നിറഞ്ഞു. അയാളുടെ മനസ്സിൽ ശ്രീ അന്ന് കരഞ്ഞ് പറഞ്ഞത് ഓർമ്മ വന്നു. ഡെവി എത്രയും പെട്ടെന്ന് പോവണം. നീ പറഞ്ഞതാണ് ശരി. ഇവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇത്. സ്വന്തം പേരക്കുട്ടിയെ ഒന്നിടക്കുവാനോ കൊഞ്ചിക്കുവാനോ കഴിയാതെ നീറിനീറിനുള്ള കാലം ജീവിക്കാം എന്ന് പറഞ്ഞ് എബി ഉള്ളിലേക്ക് പോയി. പിന്നാലെ തന്നെ കണ്ണുകൾ തുടച്ച് മേരിയും. ഇച്ചു, ഞാൻ ശ്രീയോട് പറയാം, എല്ലാത്തിനും കാരണം ഞാനാണെന്ന്. അതിൻ്റെ ആവശ്യമില്ല ഡാലിയ എന്ന് പറഞ്ഞവൻ അകത്തേക്ക് പോയി. ശ്രീ ഇതെല്ലാം കേട്ടുവെങ്കിലും ഒന്നും മിണ്ടാൻ നിന്നില്ല. അവൾ പാൽക്കാരൻ അപ്പുണ്ണിയേട്ടനെ ഏൽപ്പിച്ച് പിന്നെ കുറച്ചു നേരം പച്ചക്കറി തോട്ടത്തിലേക്ക് നടന്നു. അവിടെ കുറച്ച് ജോലികൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞൂട്ടൻ എണീറ്റു. പിന്നെ കുഞ്ഞൂട്ടൻ്റെ പിന്നാലെ നടന്ന് ഭക്ഷണം കൊടുക്കലും അവൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവർ ഭക്ഷണം കഴിച്ച് പോകാൻ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഹരിയും അവരുടെ അടുത്തേക്ക് വന്നു. ബാലൻ പുറത്തേക്ക് പോയി. അയാൾ അവരുടെ അടുത്ത് വന്ന് നിന്നു. എല്ലാവരും അവനെ നോക്കി. നല്ല ആരോഗ്യമുള്ള ആളാണ്. ഒരു ബ്ലാക്ക് ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അയാൾ അവരുടെ അടുത്ത് വന്നു നിന്നു. നമസ്കാരം, എൻ്റെ പേര് അനന്തൻ. ഞാൻ കൃഷി ഓഫീസറാണ്. പാർവതിയുടെ വീട് തല്ലേ? പാർവതി എന്ന് കേട്ടതും ആർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ശ്രീയാണ് എന്ന് മനസ്സിലായി. ഹരി അനന്തൻ്റെ അടുത്തേക്ക് ചെന്നു. അതെ, ഞാൻ ശ്രീമോളെ അച്ഛനാണ്. ശ്രീ? അനന്തൻ സംശയത്തോടെ അവരെ നോക്കി. ഓ സോറി, പാർവിൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ശ്രീ കുഞ്ഞൂട്ടനെയും കൊണ്ടെത്തി. അവൾ അനന്തനെ കണ്ടപ്പോൾ ഓടി വന്നു. സർ, എന്താണിവിടെ? അവൾ അവനോട് ചോദിച്ചു. എന്താടോ എന്നെ പുറത്ത് നിർത്തിയിരിക്കുന്നത്? എന്നെ ഉള്ളിലേക്ക് ക്ഷണിക്കില്ലേ? അയ്യോ സർ, പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മറന്നു. സാർ അകത്തേക്ക് കയറൂ എന്ന് പറഞ്ഞു ശ്രീ ഹരിയെ നോക്കി. ഹരിയും അനന്തനോട് കയറാൻ പറഞ്ഞു. അനന്തൻ ഉള്ളിലേക്ക് കയറി. പിന്നാലെ ഹരിയും. അനന്തു എബിയെയും രാമനെയും സംശയത്തിലൊന്ന് നോക്കി. ഇതെൻ്റെ കൂട്ടുകാരാണ്. പിന്നെ ഇത് ശ്രീയുടെ അമ്മയുടെ ഏട്ടനാണ്. ഡാ ഡെവി, അവൻ വന്നത് നിനക്കത്ര നല്ലതല്ല. കാശി ഡെവിയെ നോക്കി പറഞ്ഞു. അതെന്താ? അവൻ്റെ കണ്ണിൽ ശ്രീയെ കണ്ടപ്പോൾ ഞാൻ കണ്ടു പ്രണയം. മിക്കവാറും അവൻ ശ്രീയെ പെണ്ണ് ചോദിക്കാൻ വന്നതാവും. എങ്കിൽ അവൻ എൻ്റെ കയ്യിൻ്റെ ചൂടറിയും. അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്. അവന് ഹരിയെങ്കിൽ ശ്രീയെ അവന് കെട്ടിച്ചു കൊടുത്താലോ? അതിനവളുടെ കെട്ടിയോനായി ഞാൻ ജീവനോടെ ഉണ്ടല്ലോടാ. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. അവളൊന്നും ഈ രാവണൻ്റെ ഭദ്രയായിരിക്കും എന്ന് പറഞ്ഞവൻ ഉള്ളിലേക്ക് കയറി. അവൻ്റെ പുറകെ കാശിയും. അപ്പോഴേക്കും ശ്രീ അനന്തുവിനുള്ള ചായ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അനന്തൻ അവളെ നോക്കി ചിരിച്ചു. അവളും. എന്നോട് മാത്രമേ അവൾക്ക് ചിരിക്കാൻ വയ്യാത്തുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ ചിരിക്കാൻ അറിയാം. ഡെവി പെറുപിറുത്തു. കാശി ഡെവിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ മുഖം വീർപ്പിച്ചിരിക്കുന്ന കുഞ്ഞൂട്ടനെയും. കുഞ്ഞൂട്ടനെ ശ്രീ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്താണ് അടുക്കളയിലേക്ക് ചായ എടുക്കാൻ പോയത്. അതിൻ്റെ ദേഷ്യമാണ് അവന്. രണ്ടുപേരുടെയും മുഖം കണ്ട് കാശിക്ക് ചിരി വന്നു. ആ ചിരി അനന്തൻ്റെ പറച്ചിലിൽ നിന്നു. അനന്തൻ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി ശ്രീയെ നോക്കി. അവൾ ഒരു ചിരിയോടെ നിൽക്കുന്നുണ്ട്. അച്ഛനൊന്നും പറഞ്ഞില്ല? അനന്തൻ ഹരിയോട് ചോദിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞ് ഹരി ഡെവിയെ നോക്കി. അവൻ ദേഷ്യം കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് സർ. ഇതെൻ്റെ മോനാണ്. ശ്രീകുട്ടി കുഞ്ഞൂട്ടനെ എടുത്തുകൊണ്ട് അനന്തനോട് പറഞ്ഞു. അനന്തൻ ഞെട്ടി എണീറ്റു. പാറു, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അനന്തൻ കുഞ്ഞൂട്ടനെ നോക്കി. അപ്പം മോൻ്റെ അച്ഛനെവിടെ? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത് മുതൽ നീ ഒറ്റക്കാണല്ലോ പാറു. അത് കേട്ടതും ഡെവിയുടെ തല താഴ്ന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പേര് പാർവതി എന്നല്ല സർ, ശ്രീഭദ്ര എന്നാണ്. ബാലച്ചൻ എൻ്റെ സ്വന്തം അച്ഛനല്ല. ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ശ്രീഹരിയുടെ അടുത്തേക്ക് പോയി. അനന്തൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ അവളെ നോക്കി ചിരിച്ചു. ഈ ജന്മം എനിക്ക് നിന്നെ കിട്ടില്ല.
പക്ഷേ അടുത്ത ജന്മം എനിക്ക് നിന്നെ എൻ്റെ ജീവിത സഖിയാക്കണം. അതിനവൾ ചിരിച്ചു. എനിക്കിനിയൊരു ജന്മം വേണ്ട സർ. ഇതെൻ്റെ അവസാനത്തെ ജന്മമാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണോ തനിക്ക് അയാളെ? പിന്നെ എന്തിനാടോ താൻ മാറി താമസിക്കുന്നത്? അതിനവളൊന്ന് ചിരിച്ചു. എനിക്ക് അയാളോട് പ്രണയമായിരുന്നു സർ എന്ന് പറഞ്ഞ് അവളുടെ എല്ലാ കാര്യവും അവനോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. സാറിനൊരു കാര്യം അറിയുമോ? എൻ്റെ മോനില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളയുമായിരുന്നു സർ. എന്തിനാ ഭദ്രേ? നിന്റെ ഓരോ വാക്കുകളും എന്നെ കീറി മുറിക്കുന്നു. അവൻ്റെ മനസ്സ് മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആരെയും കുറ്റം പറയില്ല സർ, എൻ്റെ വിധിയായിരിക്കും. പക്ഷേ ഇനിയൊരിക്കലും ഞാൻ ആ ജീവിതത്തിലേക്ക് പോവില്ല. പിന്നെ സർ, സാറിന് നല്ലൊരു പെണ്ണിനെ കിട്ടും. അത് പറഞ്ഞവൾ കുഞ്ഞൂട്ടനെ എടുത്ത് ഉള്ളിലേക്ക് കയറി. ഡേവിഡ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അനന്തവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെവിയും കാശിയും പുറത്തു നിൽക്കുന്നുണ്ട്. അനന്ത് ഡെവിയുടെ അടുത്തേക്ക് നടന്നു. ഹലോ. അവൻ ഡെവിയുടെ അടുത്ത് പോയി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതിന് ഡെവി ഒന്ന് ചിരിച്ചു. ഇയാളാണല്ലേ കുഞ്ഞൂട്ടൻ്റെ അച്ഛൻ? ഡെവിയെ നോക്കി അനന്ത് ചോദിച്ചു. നിങ്ങൾ ഭാഗ്യവാനാണ് സർ. നിങ്ങൾക്ക് ശ്രീഭദ്രയെ പോലെയുള്ളൊരു ഭാര്യയെ കിട്ടിയില്ലേ? ഭർത്താവ് ഉണ്ടാവുമ്പോൾ തന്നെ ഈ കാലത്ത് കാമുകൻ്റെ ഒപ്പം പോവാൻ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന സ്ത്രീകളാണുള്ളത്. പക്ഷേ നിങ്ങൾ ശ്രീയെ ഇറക്കി വിട്ടിട്ടും നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാനത് കാശിയുടെ അടുത്തേക്ക് പോയി. ഡേവിഡ് അവൻ്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്തു. പക്ഷേ കാശി, തനിക്ക് അവൾ അനിയത്തിയായിരുന്നില്ലേ? പിന്നെ എന്തേ അവളെ വിശ്വസിക്കാതെ ആ രാത്രി ഇറക്കി വിട്ടത്? അത് കേട്ടതും കാശി ഞെട്ടി അവനെ നോക്കി. ശരിയാണ്, താൻ അവളെ അനിയത്തിയെന്ന് പറഞ്ഞു നടന്നതല്ലേ? പിന്നെ എന്തിനാ അവളെ ഇറക്കി വിട്ടു? അവൾ സിദ്ധുവിനെ കൊന്നു എന്നതും താൻ വിശ്വസിച്ചിരുന്നു. അത് പറഞ്ഞ് അനന്ത് പോയി. അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് എബിയും രാമനും എല്ലാവരും വന്നത്. അവരുടെ അടുത്തേക്ക് ഹരി വന്നു. എങ്കിൽ ശരി ഹരി, ഞങ്ങൾ വരട്ടെ. നീ വരുന്നില്ലേ നാട്ടിലേക്ക്? വരണം. എനിക്ക് പാറുവിനെ ഒന്ന് കാണണം. പിന്നെ എനിക്ക് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. അതിന് ഞാൻ വരും എന്ന് പറഞ്ഞു ഹരി ഡെവിയുടെ അടുത്തേക്ക് പോയി. എനിക്ക് ഡെവിയുടെ സഹായം വേണം. ഞാൻ അവിടെ വരുമ്പോൾ അറിയിക്കാം. അങ്കിൾ വരുമ്പോൾ ശ്രീയും മോനെയും കൊണ്ടുവരുമോ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അതിന് ഹരി അവനെ നോക്കി. ഹരിക്ക് അവനോട് എന്തു പറയണമെന്നറിയാതെ നിന്നു. എനിക്കറിയാമോ അങ്കിൾ, എനിക്ക് അവളെ അർഹതയില്ല എന്ന്. സാരമില്ല, അവൾ പറഞ്ഞ പോലെ ഇതെൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് അവർ കാറിൽ കയറിപ്പോയി. ശ്രീ അവർ പോകുന്നത് നോക്കി നിന്നു. പിന്നെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞൂട്ടനെ നോക്കി. എനിക്കെന്തോ നിങ്ങളോട് ക്ഷമിക്കാൻ തോന്നുന്നില്ല. പക്ഷേ എൻ്റെ മോനൊരിക്കലും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ കാരണം ലഭിക്കാതെ പോകരുത്. ഞാൻ വരും, പക്ഷേ അത് നിങ്ങളോടൊപ്പം ജീവിക്കാനല്ല. എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്, അത് തീർക്കാൻ എന്ന് പറഞ്ഞവൾ ഉള്ളിലേക്ക് പോയി. കൈലാസം വീട്. സുരേന്ദ്രൻ്റെ അടുത്തേക്ക് ഗോപിക വന്നിരുന്നു. ഏട്ടാ, എത്രയും പെട്ടെന്ന് ലച്ചുവിൻ്റെയും വിച്ചുവിൻ്റെയും വിവാഹം നടത്തണം എന്ന് ശോഭ പറഞ്ഞു. ഈ കല്യാണം നടക്കില്ല എന്ന് അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ? ലച്ചു അവിടേക്ക് വന്ന് പറഞ്ഞു. ലച്ചു, നീ എന്തൊക്കെയാ പറയുന്നത്? സുരേന്ദ്രൻ എഴുന്നേറ്റെന്ന് അവളോട് ചോദിച്ചു. അമ്മായിയുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. അവരുടെ ഒന്നുമില്ലാത്ത മകനെ എനിക്ക് വേണ്ട. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? പിന്നെ നീ എന്തിനാ അന്ന് അങ്ങനെ ചെയ്തത്? അത് എനിക്ക് കിട്ടാത്തതൊന്നും അവൾ ശ്രീഭദ്രയ്ക്കും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ അവളിൽ നിന്നും എല്ലാതും തട്ടിയെടുത്തത്. വിച്ചുവിന് അതൊന്നും പ്രശ്നമല്ല. അവൻ ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യും. പിന്നെ നിന്റെ ഉദ്ദേശം എന്താ? തോന്നിവാസം കാണിക്കാനാണോ? ഗോപിക അവളോട് ചോദിച്ചു. നോ, ഒരിക്കലുമല്ല. ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛനും ഏട്ടനും അറിയും അയാളെ. എനിക്ക് അയാളോട് ഒരുപാട് ഇഷ്ടമാണ്. ആരാ അത്? അരുൺ അവിടേക്ക് വന്ന് ചോദിച്ചു. ഇതിലൊന്നും പെടാതെ കുഞ്ഞിന് പാൽ കൊടുത്തിരിക്കുകയാണ് ആര്യ. ഡേവിഡ് എബ്രഹാം. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. ലച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? അത് ശ്രീയുടെ ഭർത്താവല്ലേ? ആര്യ ലച്ചുവിനോട് ചോദിച്ചു. മുഖത്ത് കൈവച്ച് ആര്യ അരുണിനെ നോക്കി. ലച്ചു ആര്യയുടെ അടുത്ത് വന്ന് നിന്നു. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ നോക്കുന്നത്? മിണ്ടാതെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ? ലച്ചു ആര്യയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. സുരേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല. നമ്മുടെ കമ്പനി നഷ്ടത്തിലാണ് എന്നല്ലേ ഏട്ടനെന്ന് പറഞ്ഞത്? ഡേവിഡിനെ കല്യാണം കഴിച്ച നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും. അതിനവൾ ആൽഫിയെ സമ്മതിക്കുമോ? അവൾ നിസ്സാരക്കാരിയല്ല. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നമ്മുടെ വിച്ചുവിന് അവളെ ഒരു നോട്ടമുണ്ട്. അത് അവനോട് പറഞ്ഞാൽ മതി.
അത് പറഞ്ഞ് ലച്ചു ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നാലെ ചിരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും, ആര്യ കുഞ്ഞിനോടെന്ന പോലെ പറഞ്ഞു. നിങ്ങൾക്ക് ബിസിനസ്മാൻ ഡേവിഡിനെ മാത്രമേ അറിയൂ, അവനിലെ രാവണനെ അറിയില്ല എന്ന് പറഞ്ഞവൾ ചിരിച്ചു. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഡേവിഡ് പോയിട്ടിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഇടയ്ക്ക് ഹരിയെ വിളിച്ച് കുഞ്ഞൂട്ടനോട് സംസാരിക്കുകയും ചെയ്യും ഫോണിൽ. ഹരി പറഞ്ഞത് പ്രകാരം ഡെവി കൈലാസം ഗ്രൂപ്പുമായി കൈകോർത്തു. അത് കണ്ട് ലച്ചു വളരെയധികം സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെ ഡേവിഡിൻ്റെ ഒപ്പം ലച്ചുവും അരുണും അവരുടെ ഓഫീസിലുണ്ട്. ഡെവിയുമായി അടുക്കാൻ ലച്ചു പരമാവധി ശ്രമിക്കുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും. എങ്കിലും അവൾ തൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഡേവിഡ് ഇപ്പോൾ രാത്രി എപ്പോഴും കുടിച്ചാണ് വരുന്നത്. ലിയയോട് അധികവും മിണ്ടാറില്ല. അവൾ അവനോട് സംസാരിക്കാൻ ചെന്നാൽ മുഖം തിരിച്ചു പോവും. ശ്രീ കുഞ്ഞൂട്ടൻ ഡെവിയോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. എങ്കിലും ഒന്നും ചോദിക്കാൻ പോയില്ല. കമല പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ശ്രീ എന്തോ ആലോചിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവർ അവളുടെ അടുത്ത് പോയിരുന്നു. മോളെ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മ. അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. അത് ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ അമ്മ? ഞാനാണോ കുഞ്ഞൂട്ടന് ഡെവിയുടെ സ്നേഹം ലഭിക്കാത്തതിന് കാരണം? ഒരിക്കലും ഞാൻ മോളെ കുറ്റം പറയില്ല. പക്ഷേ മോൾക്കറിയില്ലേ ഒരച്ഛൻ്റെ സ്നേഹം? മോളെ, നിന്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം ഹരി മോളുടെ കൂടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. ഹരി മോളുടെ കൂടെ ഉണ്ടെങ്കിൽ മോളെ ആരും ഒന്നും ചെയ്യില്ലായിരുന്നു, അല്ലേ? അതിനവൾ തലയാട്ടി. ശരിയാണ്. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവൾ കമലയെ നോക്കി. മോളെ, ഇപ്പോൾ കുഞ്ഞൂട്ടൻ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവൻ വലുതായാൽ അവൻ അവൻ്റെ അച്ഛനെ ചോദിക്കുമ്പോൾ മോൾ എന്തു പറയും? മോൾ അവനോട് സത്യങ്ങൾ പറഞ്ഞാൽ അവൻ മോളുടെ കൂടെ നിൽക്കും. പക്ഷേ അവനൊരച്ഛൻ്റെ കരുതലും സ്നേഹവും വാത്സല്യവും മോളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അതിന് അച്ഛൻ തന്നെ വേണം. മോൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക്. എന്ത് തീരുമാനിച്ചാലും അമ്മ മോളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കമല ഉള്ളിലേക്ക് കയറിപ്പോയി. ശ്രീ എന്തോ ആലോചിച്ച് നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി. ഹരി ഡെവിയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കുഞ്ഞൂട്ടൻ താഴെ ഇരുന്ന് കളിക്കുന്നു. ഹലോ ഡേവിഡ്, എവിടം വരെയായി നമ്മുടെ പ്ലാന്? അങ്കിൾ, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട്. ഇനി അങ്കിൾ വന്നാൽ മതി. വരാം. പക്ഷേ ശ്രീയെയും കുഞ്ഞൂട്ടനെയും ഒറ്റയ്ക്ക് ഇവിടെയാക്കി വരാൻ പറ്റില്ല. നീ എന്നാണ് വരുന്നത്? ഞാൻ നാളെ വരാം, നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴാണ് ശ്രീ അവിടേക്ക് വന്നത്. ഹരി പറയുന്നതെല്ലാം അവൾ കേട്ടു. അവൾ ഹരിയുടെ അടുത്ത് ചെന്ന് ഹരിയുടെ തോളിൽ തലവെച്ചിരുന്നു. അച്ഛാ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? അയാൾ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അത് നമുക്കിവിടെ നിന്ന് പോവാം, നമ്മുടെ നാട്ടിലേക്ക്. എന്തേ പെട്ടെന്നൊരു തോന്നൽ? ഒന്നുമില്ല, അമ്മയെ കാണണമെന്ന് തോന്നി. അത് പറഞ്ഞവൾ കുഞ്ഞൂട്ടനെ എടുത്ത് റൂമിലേക്ക് പോയി. രാത്രിയിൽ ശ്രീ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. അവൾ ഫോൺ എടുത്ത് നോക്കി. അതിലെ നമ്പർ കണ്ടതും അവൾ ചിരിച്ചു. ഏട്ടാ? ഉറങ്ങിയില്ലേ നീ? കിടന്നിട്ടുറക്കം വന്നില്ല. അല്ല, കുഞ്ഞൂട്ടൻ എവിടെ? ഉറങ്ങിയോ? ഉറങ്ങി. ഏട്ടനെ വിളിച്ചു തരാം കുറേ പറഞ്ഞു, പിന്നെ ഉറങ്ങി. അവനൊരു നിമിഷം കുഞ്ഞൂട്ടനെ ഓർത്തു. ഇനി എന്താ ശ്രീകുട്ടി അടുത്ത പ്ലാൻ? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആവട്ടെ. എന്നെ ചോദ്യങ്ങളുടെ മുന്നിൽ നിർത്തിയവർക്ക് മുന്നിൽ തന്നെ എനിക്ക് തലയുയർത്തി അതിനുള്ള മറുപടി കൊടുക്കണം. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിറവേറ്റണം. ബാക്കിയെല്ലാം ഏട്ടൻ്റെ കയ്യിലാണ്. അതിനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ്. വൈകാതെ പോകാൻ തയ്യാറെടുത്തോ ശത്രുക്കളുടെ മുന്നിലേക്ക് എന്ന് പറഞ്ഞവൾ ഫോൺ വെച്ചു. പിറ്റേ ദിവസം ഡെവി വന്നു. ഹരിയുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ശ്രീ അവിടേക്ക് വന്നത്. കൂടെ കുഞ്ഞൂട്ടനുമുണ്ട്. കുഞ്ഞൂട്ടൻ ഡെവിയെ കണ്ടതും അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങി. ശ്രീ കുഞ്ഞൂട്ടനെ താഴെ ഇറക്കി. ഡെവിക്ക് കുഞ്ഞൂട്ടനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവൻ കുഞ്ഞൂട്ടൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും കുഞ്ഞൂട്ടൻ്റെ ശബ്ദം അവിടെ പൊങ്ങിയിരുന്നു. പപ്പാ? ഡെവി ഞെട്ടി കുഞ്ഞൂട്ടനെ നോക്കി. പിന്നെ ശ്രീയെ നോക്കി. അവൾ കുഞ്ഞൂട്ടൻ്റെ സന്തോഷം നോക്കി കാണുകയായിരുന്നു. ഡെവിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ കുഞ്ഞൂട്ടനെ വാരിയെടുത്തു. എന്താടാ കുഞ്ഞാ നീ വിളിച്ചത്? ഒന്നുകൂടെ വിളിക്കാമോ? പപ്പാ? കുഞ്ഞൂട്ടനെ ഡെവി കരഞ്ഞുകൊണ്ട് മുഖം മുഴുവനും ചുംബിച്ചു. തൻ്റെ മകന് ഭദ്രയിപ്പോൾ തൻ്റെ കയ്യിൽ വെച്ചു തന്നതുപോലെ തോന്നി അവന്. ഹരിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൻ മോനെയും കൊണ്ട് ശ്രീയുടെ അടുത്തേക്ക് വന്നു. താങ്ക് യു. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഒരുപാട് എൻ്റെ മോനിൽ നിന്നും
ഈ ഒരു വിളിക്ക് എത്ര കൊതിച്ചിട്ടുണ്ട് എന്നറിയുമോ? അപ്പോഴേക്കും ഹരി അവരെ തനിച്ചു വിട്ട് പുറത്തേക്ക് പോയി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതും പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് പോയി. കൂടെ അവനും.